മലയാള സിനിമയിൽ വീണ്ടും കോപ്പിയടി വിവാദം. തിരക്കഥ മോഷ്ടിക്കുന്നതിലെ ക്രൂരത അതാര് ചെയ്താലും ഒരിക്കലും മാപ്പർഹിക്കുന്ന ഒന്നല്ല. പൾസർ സുനിയെപ്പോലെ തന്നെ വിചാരണ ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഒന്നിൽ ശരീരവും അഭിമാനവും സ്വകാര്യതയും ബലമായി അപഹരിക്കപ്പെടുമ്പോൾ മറ്റിടത്ത് ചിന്തയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. രണ്ടും അവശേഷിപ്പിക്കുക ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന നിരാശയാണ്. നിഷാദ് കോയയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ കാര്യങ്ങൾ ക്ലിയറാണ്. ആരാണ് കള്ളനെന്ന് തെളിവ് സഹിതം എല്ലാം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഒരു പാവമാണെന്ന് തോന്നുന്നു പുള്ളി. അതാണ് ഇത് വലിയ ചർച്ചയാവാതിരുന്നത്. ഈ പടത്തിലെ ആദ്യത്തെ അപ്ഡേറ്റ് സോങ് പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ പല സിനിമകളും പ്ലോട്ടിനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. അന്നൊന്നും അസ്വാഭാവികത തോന്നിയില്ല. എസ്റ്റാബ്ലിഷ്ഡായി ഇവരെ പോലെ ഇങ്ങനെ പറ്റിക്കാമെങ്കിൽ പുതിയ സ്വപ്നങ്ങളുമായി വരുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ ഇവിടെ എന്താണ്? ലിസ്റ്റിൻ ഇതൊക്കെ ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. അത് പുള്ളിയുടെ ഫൺ കണ്ടാൽ അറിയാം. എന്നാൽ ഇങ്ങനെ ഫണ്ണി എത്ര പേരുടെ ജീവിതമാണ് മിസ്റ്റർ ലിസ്റ്റിൻ നിങ്ങൾ നശിപ്പിക്കുന്നത്?